നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം സൗരവ്, സുദീപ് ആൻഡ് ഗജാനന്ദ്. സൗരവ്, സുദീപ് പിന്നെ ഗജാനന്ദ്, ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു. നിങ്ങൾ ഇപ്പോൾ ഐഡിയ സ്റ്റേജിലാണ്. അതിന് മുന്നോട്ടെന്തെങ്കിലും നീക്കം ഉണ്ടായോ? ഇല്ല, ഇതിപ്പോൾ ആദ്യമായിട്ടാ. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. ഗുഡ് ലക്ക്. താങ്ക് യു. ഹലോ ടൈറ്റൻസ്, ഞാൻ എൻ്റെ പിച്ച് തരുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ തരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമോ? ഓഡിയൻസ്, നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കോളൂ. കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക് ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മിക്കവാറും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ടി വിയുടെ ചാനൽ മാറ്റും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും. തീർച്ചയായും ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പീരിയഡ്സിനെ കുറിച്ചാണ്. പീരിയഡ്സിന്റെ പ്രശ്നങ്ങളൊക്കെ പഴയതുപോലെ തന്നെയുണ്ട്. പക്ഷേ നമ്മളിതിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ മറക്കാനുള്ളൊരു രീതി ഉണ്ടാക്കി കഴിഞ്ഞു. ടൈറ്റൻസ്, പുരുഷന് ഒരിക്കലും വേദന ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പുരുഷന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഈ വേദന കടന്നു പോകുമ്പോഴുണ്ടല്ലോ, അയാൾക്കും അതേപോലെയുള്ള വേദന ഉണ്ടാവുന്നുണ്ട്. ടൈറ്റൻസ്, എന്റെ പേര് സൗരവ് പർവത്. ഒരിക്കലൊരു രാത്രി എന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു. ഒരു ദിവസം ഒരു രാത്രി എന്റെ ഗേൾ ഫ്രണ്ടിന് വല്ലാത്ത പീരിയഡിന്റെ വേദനയുള്ള ഒരു സമയം. അത് കണ്ടപ്പോൾ എനിക്കും വല്ലാത്ത വിഷമമായി. ഞാൻ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ രാത്രി മുഴുവനും വിഷമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു, ഈ മാർക്കറ്റിൽ ഇതിനു വേണ്ടിയ പ്രോഡക്റ്റ് വളരെ അത്യാവശ്യമാണല്ലോ, പക്ഷേ അതിൽ പലതും ഗുണമുള്ളതല്ല, അതൊന്നും ഇട്ടിട്ട് പുറത്തോട്ട് പോകാനും പറ്റില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ വേണ്ടതല്ലേ. ഞാനാണെങ്കിൽ ഒരു എംബഡഡ് എഞ്ചിനീയറും ആയിപ്പോയി. അപ്പൊ പിന്നെ ഡിഗ്രി കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ. അപ്പോഴാണ് ഞാനിത് തുടങ്ങിയത്. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി ഒരു പ്രോട്ടോടൈപ്പ്, അതും അവൾക്ക് വേണ്ടി. കുറച്ച് അഗ്ലി ആയിരുന്നു, കുറച്ച് DIY ആയിരുന്നു, പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ പ്രത്യേകിച്ച് ഒരു ഫാക്ടറിയും ഇല്ല, ഒരു ഓഫീസും ഇല്ല, അതുപോലെ ഒരു ഇൻവെസ്റ്ററിന്റെ സപ്പോർട്ടും ഇല്ല. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ പ്രോട്ടോടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ടാക്കുക തന്നെ ചെയ്തു. ദെൻ പ്രൊഡക്ഷൻ. ഈ യാത്ര എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എൻ്റെ ടീം, പിന്നെ എൻ്റെ പഠിത്തവും അനുഭവങ്ങളുമാണ്. പിന്നെ ഉണ്ടെന്ന് പറയുന്നത് എൻ്റെ വിധിയാണ്. അങ്ങനെ ഉണ്ടായതാണ് റഹത്തോ, ദ പവർ ഓഫ് റിലീഫ്. രാഹത്തോ ഒരു സ്മാർട്ടി കിങ് പാഡാണ്. ഇത് വെൽവെറ്റ് ഫാബ്രിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്, വിച്ച് മേക്ക് ഇറ്റ് കിങ് ഫ്രണ്ട്ലി ഓൾ ദി വെയറബിൾ. ഇനി ഇതിന്റെ യുണീക്ക് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. അതാണ് ഇതിനെ വളരെ വ്യത്യസ്തമാക്കുന്നത്. രാഹത്തോ മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ, വൈബ്രേഷൻ, മസാജ് പാറ്റേൺസ് എല്ലാം നിങ്ങളുടെ ഫോണിലൂടെ തന്നെ വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങളുടെ മൊബൈലിന്റെ ചാർജ് കുറവാണോ? ഒരു കുഴപ്പമില്ല, മാനുവൽ ബട്ടൺസ് ഉണ്ട്. ഇതിന്റെ ഡിസൈൻ സാരി ഫ്രണ്ട്ലി ആണ്. പവറും വളരെ കുറച്ചേ ആവശ്യം വരും, ഓൺലി 1.5 amps. അതൊരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ തന്നെ എളുപ്പത്തിൽ നടക്കാവുന്നതാണ്. പിന്നെ ഇത് സോഫ്റ്റ്വെയർ ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാറില്ലേ, അതുപോലെ ഈ പ്രോഡക്റ്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് പുതിയ പ്രോഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ പലതരത്തിലുള്ള ഇമ്പോർട്ടഡ് ആയതും അങ്ങനെ പലതും കിട്ടുമായിരിക്കും. പക്ഷേ അതിലും അധികം ഒരു സ്മാർട്ട്, ഡിസ്ക്രീറ്റ്, ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ സൊല്യൂഷനാണത്. അപ്പൊ ടൈറ്റൻസ്, ഞങ്ങളുടെ വിഷനും മിഷനും എല്ലാം സെയിം ആണ്. പീരിയഡ്സ് പെയിൻ കൂടുതൽ ടോളറേറ്റ് ചെയ്യണ്ട, ഇതിനെ സോൾവ് ചെയ്യണം. ഇതിനൊരു ഫാഷനബിൾ ട്രെൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ അത് ചെയ്യണമെങ്കിൽ വേണ്ടത് 60 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് അഗെയിൻസ്റ്റ് കൺവേർട്ടബിൾ സ്റ്റേറ്റ്സിൽ. അപ്പൊ ടൈറ്റൻസ്, നിങ്ങൾ കൈ കൊടുക്കാൻ ഇഷ്ടപ്പെടുമോ? ഇവിടെ വേദന കുറവും ഡിഗ്നിറ്റി അധികവുമാണ്. വളരെ ഗംഭീര ഐഡിയ തന്നെയാണ്. അതായത് നിങ്ങൾ ആ വേദനയെ മനസ്സിലാക്കിയ ഒരു രീതി ഉണ്ടല്ലോ, അതുകൊണ്ട് അതിന്റെ സൊല്യൂഷനും നിങ്ങൾ കണ്ടെത്തി. എന്തായാലും നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇതിന്റെ ട്രയലും എടുത്തു കാണുമല്ലോ. ഏറ്റവും ആദ്യം ആരുടെ മേലാണ് ട്രയൽ ചെയ്തത്? അവരുടെ ഫീഡ്ബാക്ക് എന്തായിരുന്നു? അതായത് ഈ ഒരു പ്രോഡക്റ്റ്, ഇതിന്റെ പുറകിൽ മനോഹരമായ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. ഞാൻ ഈ പ്രോഡക്റ്റ് ആക്ച്വലി ഉണ്ടാക്കിയത് എൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയാണ്. ഒരു ദിവസം രാത്രി ഒരു 2-2:30 മണിയായി കാണും, എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ ഉറങ്ങുമായിരുന്നു. ആകെ പേടിച്ചിട്ടുള്ള ഒരു വിളിയായിരുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്ത് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അതായത് ഇതിന്റെ ഹീറ്റിംഗ് ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതലായി പോയിരുന്നു. അവളുടെ ശരീരത്തിന് സ്കിന്നിന് പൊള്ളലേറ്റു. ഒരു വശത്ത് പീരിയഡ്സിന്റെ വേദനയുണ്ട്, അതിന്റെ കൂടുതൽ ഇതിന്റെ വകെ ഒരു പൊള്ളലും. US-ലെങ്ങാനും ഇത് കൊടുത്താ നിങ്ങളുടെ പേരിൽ കേസ് എടുക്കും. അപ്പോൾ അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ഞാനത് റിസോൾവ് ചെയ്തു, മൊത്തത്തിൽ ഫിക്സ് ചെയ്തു, ഫ്യൂസ് പിടിപ്പിച്ചു, അങ്ങനെ കുറെ ഇംപ്ലിമെന്റ് ചെയ്ത് ശരിയാക്കി. അങ്ങനെ പ്രോഡക്റ്റ് സ്റ്റേബിളായി. അതിനുശേഷം ഞാനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. എന്നിട്ടും ആ കുട്ടി ടെസ്റ്റ് ചെയ്യാൻ റെഡിയായോ? ആക്ച്വലി അവൾക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പിന്നെ നിർബന്ധം സഹിക്കാതെ അവൾ അതിന് റെഡിയായി. അങ്ങനെ സംഗതി വിജയിക്കുകയും ചെയ്തു. അപ്പോഴാണ് അടുത്തൊരു ചാലഞ്ച് വരുന്നത്.
ഇനി ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്യും? അതായത് പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് വേണ്ടേ? അതെ. എംപ്ലോയീസ്, അവരുടെ സാലറി, പിന്നെ എക്യുപ്മെന്റ്സ്, അതിനെവിടെ പൈസ? ഞാൻ കുറച്ച് ബുദ്ധി പ്രയോഗിച്ചു. എന്താ ചെയ്തെന്ന് വെച്ചാൽ ആളുകൾക്ക് കുറച്ച് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. ഇതിനെ എങ്ങനെ ഉണ്ടാക്കുമെന്നൊക്കെ. ഉദാഹരണത്തിന് കോളേജ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിരിക്കും, അവൻ പാർട്ട് ടൈമിൽ ജോലി ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവന് എക്യുപ്മെന്റ് വാങ്ങി കൈ കൊടുത്തു. റോ മെറ്റീരിയൽ വേണം, അതും അവന് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഇന്റർണൽ പാഡ് ഉണ്ടല്ലോ, അത് അവൻ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞാൻ അവന് പാർട്ടായിട്ട് പേയ്മെന്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് സാലറിയോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ആ രീതിയിൽ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഒരു വിധത്തിൽ കാര്യങ്ങൾ ശരിയായി വന്നു. ഒരു 2 ലക്ഷത്തിനുള്ളിൽ കഥ കഴിഞ്ഞു. ഇങ്ങനെയാണ് റിയൽ ഇന്നോവേഷൻസ് നടക്കുന്നത്. ഒരു വഴി കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വിധേനയും നമ്മൾ കണ്ടെത്തും. യെസ്. പ്രിയങ്ക മാഡം, ആദ്യം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാനൊന്ന് വന്ന് ആ പ്രൊഡക്റ്റ് ഒന്ന് നോക്കട്ടെ. താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് ഒന്നുകൂടി പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആവശ്യം 60 lakhs ഫോർ കൺവെർട്ടബിൾ ഈക്വിറ്റി. ടൈറ്റൻസിനോട് ബാക്കി കൂടി പറയൂ. അതായത് നിങ്ങൾ 60 വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അത് എവിടെയാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുക? ആളുകളെ ഹയർ ചെയ്യേണ്ടി വരും, എക്യുപ്മെന്റ്സ് വാങ്ങിക്കേണ്ടി വരും. മാസ് പ്രൊഡക്ഷന് വേണ്ടിയാണ് ഞങ്ങളിതിപ്പോൾ ചോദിക്കുന്നത്. പിന്നെ കൺവെർട്ടബിൾ ഈക്വിറ്റി ആയിട്ടാണ് ചോദിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിന്റെ പ്രത്യേക വാല്യൂഷൻ ഒന്നും പറയാൻ പറ്റിയ അവസ്ഥയിലല്ല. കാരണം ഇതുവരെ സെയിൽസ് ഒന്നും ആയിട്ടില്ല, ലിസ്റ്റഡ് ആവാൻ പോകുന്നല്ലേ ഉള്ളൂ. ഒരു ബെൽറ്റിന്റെ വില എത്രയായിരിക്കും? 1999. 2 വർഷമായിട്ട് ഇതിന്മേൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റുമായി അതിന് ടെസ്റ്റും കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കമ്പനി രജിസ്റ്ററും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം പ്രൊഡക്ഷൻ വിശ്വസിക്കാൻ പറ്റാതെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് എന്താണ്. വെരി ഗുഡ്, വെരി യാ, അമേസിംഗ്. വെൽ സർ. ഇങ്ങനൊരു ഫൗണ്ടറിന്റെ കൂടെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ രൂപയും സേഫ് ആയിരിക്കും. നമ്മൾ നമ്മുടെ ടൈറ്റൻസിന്റെ അടുത്ത് പോകുന്നതിന് മുന്നേ നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവരും നിങ്ങളുടെ വോട്ടിംഗ് മെഷീൻ വേഗം എടുക്കൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രോഡക്റ്റിന് എന്തുമാത്രം മാർക്കറ്റ് ഉണ്ട് എന്ന് യെസ് ഓർ നോ അമർത്തിക്കൊണ്ട് ഞങ്ങളെ അറിയിക്കൂ. നിങ്ങളുടെ സമയം ഇതാ തുടങ്ങുന്നു. %85 ആളുകൾക്കും ഇത് ശരിക്കും ആവശ്യമുണ്ട് എന്നാണ് അഭിപ്രായം. അപ്പോൾ ഇനി ടൈറ്റൻസ് തന്നെ പറയൂ, ഈ ഇന്നോവേഷനുമായിട്ട് കൈകോർക്കാൻ നിങ്ങൾ തയ്യാറാണോ? എനിക്ക് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്ക് കൈതരാൻ കഴിയില്ല. പിന്നെ നിങ്ങളുടെ ഈ റിക്വയർമെന്റ് നോക്കുമ്പോൾ നിങ്ങളൊരു 2 ലക്ഷത്തിനുള്ളിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 60 ലക്ഷം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഞാൻ കുറച്ചുകൂടി കൺസ്യൂമർ സെൻട്രിക് പ്രോഡക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ യാത്രയിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കൈതരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു പ്രൊപ്പോസൽ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദ സ്ലീപ്പ് കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് യൂസ് ചെയ്യാം. അതുപോലെ ദ സ്ലീപ്പ് കമ്പനിയുടെ റിസോഴ്സസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനു വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ ഞാൻ ചെയ്തുതരാം. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ മെൻസ്ട്രുവൽ പെയിൻ ആണ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത്, പക്ഷേ അതിന് മാർക്കറ്റ് കുറച്ച് ചെറുതാണ്. സെയിം ടെക്നോളജിയിൽ നിങ്ങൾ ഇതുപോലെ വേറെയും സിമിലർ പെയിൻ റിക്കവറി പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കൂ. അതിനു വേണ്ടി വരുന്ന ചെലവുകൾ എല്ലാം ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം. പ്രിയങ്ക മാഡം പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. അതായത് ഇപ്പോൾ ഈ പ്രോഡക്റ്റിന് വേണ്ടി 60 ലക്ഷം അവർ ഇറക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് 60 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പകരം അവരുടെ മൊത്തം സെറ്റപ്പും ഇൻഫ്രാസ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിങ്ങളുടെ ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. പോട്ടെ, മറ്റൊരു കാര്യം ചെയ്താലോ? ഇവർക്ക് ഞാനൊരു 10 ലക്ഷം രൂപ കൊടുക്കാം. എന്തായാലും ഒരു മാനുഫാക്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നല്ലോ, ഞാൻ അവരുടെ മാർക്കറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഈ പ്രോഡക്റ്റ് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനും നോക്കാം. കാരണം എനിക്ക് ഇവര് 3 പേരെയും നിരാശരെ ഇവിടുന്ന് അയച്ചുവിടാൻ മനസ്സില്ല. ഞാനും ജിമ്മി സാർ പറഞ്ഞതുപോലെ ഒരു 10 ലക്ഷത്തിന്റെ ഓഫർ തരുന്നു, അതായത് കൺവേർട്ടബിൾ ഇക്വിറ്റിയിൽ തന്നെ. അത് വെച്ച് നിങ്ങൾ ഇതിന്റെ ഒരു മൾട്ടി യൂട്ടിലിറ്റി പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കൂ. ആ ഓക്കെ. ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള കാരണം നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നന്നായി വിവരിച്ചു പറഞ്ഞു, അതും വളരെയധികം താഴ്മയോടെ. സോ ഈ പണം നിങ്ങളുടെ സിംപ്ലിസിറ്റിക്കും ഓണസ്റ്റിക്കും വേണ്ടിയാണ്. ജിമ്മിയോടൊപ്പം ഞാനും നിങ്ങൾക്ക് 10 ലക്ഷം അപ്പോൾ രൂപ നമുക്ക് തരും. ഇദ്ദേഹത്തിന്റെ അടുത്ത് പോവാം. സാറും കൂടെ പറഞ്ഞേ. ഓക്കെ, ഞാനും ജിമ്മിയോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാം. 40 ലക്ഷം ആയില്ലേ? അർജുൻ, യു കാൻ ബി ദ ഓൺലി വൺ റിമൈനിങ് ബ്രോ. come on sir. അതെ, അർജുൻ, അർജുൻ come on, സാർ ഇനി എന്തെങ്കിലും നിങ്ങളെ പറയൂ. പറഞ്ഞോളൂ. അർജുൻ, അർജുൻ, അർജുൻ. വിളിക്ക്, വിളിക്ക്. അത്ര എളുപ്പത്തിൽ പൈസ ഇൻവെസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും ചെയ്തേക്കാം. നിങ്ങൾക്ക് 50 ലക്ഷമാണ് കിട്ടാൻ പോകുന്നത്. 20% കൺവെർട്ടബിൾ ഇക്വിറ്റി ആയിട്ട്. 1, 2, 3, 4, 5 50 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇവിടുന്ന് വളരെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നന്നായി കിട്ടിയിരിക്കുകയാണ്. Congratulations. താങ്ക് യു സോ മച്ച്. Congratulations. Good job. I'll support you all the way. അമേസിംഗ് വർക്ക്. ഐ ടെൽ യു, ലെറ്റ്സ് കണക്ട് ഓൺലൈൻ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങളുടെ ആസ്ക് എത്രയായിരുന്നു? 60 ലക്ഷം അല്ലായിരുന്നോ? ഇപ്പൊ തന്നെ 50 ലാക്സ് ആയല്ലോ. നിങ്ങളുടെ അടുത്ത് വളരെ ധനികനായ ഒരു ആക്ടറാണ് നിൽക്കുന്നത്. അങ്ങേരോടും കൂടെ 10 ലക്ഷം തരാൻ പറയൂ. എന്ത് പറയുന്നു? ധൈര്യമായിട്ട് തരണം സാർ. ഞാൻ എന്താ ഇവിടുന്ന് കൈതരാം. വരൂ, Very good. ഇനി വരൂ. Very good. Very good. താങ്ക് യു സാർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. താങ്ക് യു. അപ്പോ ഇവരിന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് 60 ലക്ഷം രൂപ കൺവെർട്ടബിൾ നോട്ടില്. അതോടൊപ്പം നമ്മുടെ 5 ടൈറ്റൻസിന്റെ മെന്റർഷിപ്പും നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു. താങ്ക് യു. ഗുഡ് ലക്ക്. താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. എന്നാൽ ഇന്നത്തെ നമ്മുടെ സ്റ്റേജിൽ ഇന്നോവേഷൻ ഇങ്ങനെ നല്ല തുടങ്ങാം. കഴിവുള്ള പിള്ളേരാ. കഴിവുള്ള നല്ല കഴിവുള്ള പിള്ളേരാ. വളരെ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഐ ജസ്റ്റ് ലവ് ദ ഗൈസ്.